ഹലോ ഗായ്സ്, ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അറിയാലോ, നമുക്ക് ഇന്നത്തെ മാച്ച് എന്നാണ് ഇന്ത്യ സിംബാബ്വെ ചെന്നൈയിൽ നടക്കുന്ന മാച്ച്. നമുക്ക് ഡു ഓർ ഡൈ മാച്ചാണ്. എന്തുകൊണ്ട് ജയിച്ചേ പറ്റും? ജയം അനിവാര്യമായ മാച്ചാണ്. തീർച്ചയായിട്ടും ജയിച്ചേ പറ്റൂ. അതും നല്ല മാർജിനിൽ ജയിച്ചേ പറ്റൂ. നമുക്ക് ഓൾറെഡി നെറ്റ് റൺ റേറ്റ് -3.8 ആണ് ഉള്ളത്. ഈ റൺ റേറ്റിനെ മാറ്റി നമുക്ക് എന്തിരുന്നാലും ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 220 മുകളിൽ സ്കോർ ചെയ്യണം. അഥവാ സെക്കൻഡ് ബാറ്റിംഗ് കിട്ടിയിരുന്നാൽ പോലും ഒരു 120-130 റണ്ണൊക്കെ അവർ അടിക്കുകയാണെങ്കിൽ ഒരു 9-10-11 ഓവറിനകത്ത് അടിച്ച് ജയിക്കുകയും വേണം. ഇതാണ് നമ്മളെ പ്ലാൻ, ഇന്ത്യൻ ടീമിന്റെ പ്ലാൻ. എന്തായാലും ഇന്നത്തെ മാച്ച് ഒരു വിജയ സാധ്യത നമുക്ക് വേണം. വിജയം മാത്രമേ നമുക്ക് അനിവാര്യമായിട്ടുള്ളൂ. വേറെ ഒന്നും വിജയത്തിൽ കുറഞ്ഞ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഡു ഓർ ഡൈ മാച്ചാണ്. എന്നും പറഞ്ഞ് സിംബാബ്വെ ചെറിയ ടീമാണെന്ന് നമ്മൾ വിചാരിച്ചിട്ട് സിംബാബ്വെ ഈസ് ദ ഗ്രേറ്റ് ടീം. അവർ ഓസ്ട്രേലിയനെയും ശ്രീലങ്കനെയും ഒക്കെ തോപ്പിച്ച് വന്ന സിംബാബ്വെ ടീമാണ്. സിംബാബ്വെ ഒരിക്കലും ചെറിയ ടീമല്ല, നല്ലൊരു ടീമാണ് സിംബാബ്വെ. അതുകൊണ്ട് എന്തായാലും ഈ മാച്ച് ഡു ഓർ ഡൈ മാച്ചാണ്. എന്തായാലും ഈ മാച്ചിൽ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൂര്യകുമാറിന്റെ അഹങ്കാരം ഓൾമോസ്റ്റ് കഴിഞ്ഞ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ചിൽ അഹങ്കാരം മൊത്തം സൂര്യകുമാർ യാദവിന്റെ അഹങ്കാരം മൊത്തം തീർന്നതായിട്ട് എനിക്ക് മനസ്സിലാവാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും സൂര്യകുമാർ യാദവിന്റെ 90% അഹങ്കാരം തീർന്നിട്ടുണ്ട്. എന്തായാലും ഈ മാച്ചിൽ ഈ പ്ലേയിങ് ലെവലിൽ മാറ്റങ്ങൾ ഉണ്ടാവും. എനിക്ക് തോന്നുന്ന 2 മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. റിങ്കു സിംഗിനെ മാറ്റി അവിടെ അക്ഷർ പട്ടേൽ വരും. ഇവിടെ തിലക് വർമ്മയെ മാറ്റി അതിന് പകരം സഞ്ജു സാംസൺ വരും. തീർച്ചയായും ഈ 2 മാറ്റങ്ങൾ ടീമിൽ ഉണ്ടാവുമെന്ന് 100% ഞാൻ പ്രതീക്ഷിക്കുന്നു. മാറ്റങ്ങളില്ല, ടീം വന്നു കഴിഞ്ഞാൽ ടീമിന് അടിത്തറ മൊത്തമായി പാളിപ്പോകും. തീർച്ചയായും മാറ്റം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കാര്യം ഇന്നത്തെ മാച്ച് അത്രയ്ക്ക് വിജയവും നല്ല റൺ റേറ്റിൽ വിജയിക്കണം എന്നുള്ള ഒരൊറ്റ തീരുമാനവും ഉണ്ടായിരിക്കും. ഗൗതം ഗംഭീർ, സൂര്യകുമാർ യാദവും ഇന്നിറങ്ങുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ മാച്ച് വിജയത്തിന് പുറത്ത് വേറെ ഒന്നുമില്ല. പരാജയമാണെങ്കിൽ നമ്മൾ തോറ്റു സെമി കാണാതെ നമ്മൾ പുറത്താക്കുന്നതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. അതുകൊണ്ട് ഇന്നത്തെ മാച്ച് നമുക്ക് വിജയിച്ചേ പറ്റൂ. എന്തായാലും സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും മാറ്റങ്ങൾക്ക് മുതിർന്ന് കാണും. തീർച്ചയായിട്ടും സഞ്ജു സാംസൺ ഉണ്ടാവും. തീർച്ചയായിട്ടും സഞ്ജു സാംസൺ ഉണ്ടാവട്ടെ. ആരോ പറഞ്ഞതുപോലെ ഒരു കഥയാണ്, ഒരു കമന്റാണ്, ഞാൻ വായിച്ചൊരു കമന്റാണ്. സഞ്ജു സാംസന്റെ തിരിച്ചുവരവ് ഇതിലൂടെ ആയിരിക്കും. സഞ്ജു സാംസൺ തിരിച്ചു വരുന്നു, അതിലൂടെ ഇന്ത്യ സെമിയിലോട്ട് കടക്കുന്നു, അതിലൂടെ ഇന്ത്യക്ക് 3ാം T20 വേൾഡ് കപ്പ് സഞ്ജുവിലൂടെ ഉയർത്തുന്നു. ഇത് ഒരാൾ കമന്റ് ഇട്ടതാണ്, ഞാൻ വായിച്ചതാണ്, കമന്റാണ്. പക്ഷെ ആ കമന്റ് സത്യമാവട്ടെ, സഞ്ജു സാംസണിലൂടെ ഇന്ത്യ വീണ്ടും കപ്പടിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, എല്ലാവരും ആഗ്രഹിക്കും, സഞ്ജു ഫാൻസ് മൊത്തം ആഗ്രഹിക്കും. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഭയങ്കര ത്രില്ലായിരിക്കും, അടിപൊളിയായിരിക്കും. സഞ്ജു സാംസണിലൂടെ ഇന്ത്യ 3ാം T20 വേൾഡ് കപ്പ് ഉയർത്തുന്നു. കേൾക്കാൻ തന്നെ എന്ത് രസമാണ്. ഇതൊക്കെ നടക്കട്ടെ. ഇന്നത്തെ മാച്ചിൽ സഞ്ജു സാംസൺ ഉണ്ടാവും, നല്ല രീതിയിൽ ബാറ്റ് ചെയ്യട്ടെ. സഞ്ജു സാംസൺ നല്ല രീതിയിൽ ഫോം ആവട്ടെ. കൂടെ അഭിഷേക് ശർമ്മ ഫോം ആവട്ടെ, ഇഷാൻ കിഷൻ ഫോം ആവട്ടെ. ടീം മൊത്തത്തിൽ സെറ്റ് ആവട്ടെ. ബോളിങ്ങിലും ബാറ്റിങ്ങിലും മെച്ചപ്പെട്ട പ്രകടനം ഇന്ത്യ കാഴ്ചവെക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. എല്ലാ 150 കോടി ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഇന്ത്യയിൽ നടക്കുന്ന T20 വേൾഡ് കപ്പിന് സെമി കാണാതെ പുറത്താവുന്നത് വല്ലാത്ത മോശം അവസ്ഥയാണ്. കാര്യം എല്ലാവർക്കും അത് വല്ലാത്ത ഇതായി. അതുകൊണ്ട് ഇന്ന് ജയിക്കണം. കാര്യം ഇത്രയും വലിയ ഫസ്റ്റ് റാങ്ക് T20 പ്ലെയർ ഇന്ത്യൻ ടീമിലുണ്ട്. അഭിഷേക് ശർമ്മയുണ്ട്, എല്ലാം ഓൾറൗണ്ടേഴ്സ് ഉണ്ട്, എല്ലാം നല്ല ബാറ്റ്സ്മാൻമാരുണ്ട്, നല്ല ബോളിംഗ് നിര, മെച്ചപ്പെട്ട നിരയാണ്. ഇത്രയും നല്ല ടീമും വെച്ചുകൊണ്ട് കപ്പെടുത്തില്ലെന്ന് പറഞ്ഞാൽ മോശമാണ്. അതിൽ പരം മോശമായിട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും ഇന്നത്തെ മാച്ച് വിൻ ചെയ്യണം. എല്ലാവരും കളിക്കണം. അഭിഷേക് ശർമ്മയുടെ തിരിച്ചുവരവാകട്ടെ ഇന്നത്തെ മാച്ച്. സഞ്ജു സാംസന്റെ തിരിച്ചുവരവാകട്ടെ ഇന്നത്തെ മാച്ച്. രണ്ടുപേരും നല്ലപോലെ പെർഫോം ചെയ്തിട്ട് ടീം വിൻ ചെയ്യട്ടെ. നല്ലതുപോലെ വിൻ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും ആഗ്രഹം അതില്ല. ടീം വിൻ ചെയ്യണം, നല്ല രീതിയിൽ വിൻ ചെയ്യണം, നമ്മളും വിൻ ചെയ്യണം, ടീമും വിൻ ചെയ്യണം. എന്തായാലും നല്ല നടക്കട്ടെ, നല്ല മാത്രം നടക്കട്ടെ. എന്തായാലും മാറ്റങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ടീമിൽ നല്ല മാറ്റങ്ങളുണ്ടാവും. കാര്യം ഇത്രയും പ്രഷർ വരില്ലായിരുന്നു. കാരണം ഞാൻ സൗത്ത് ആഫ്രിക്ക ഇന്ത്യ നടന്ന മാച്ചിൽ ഒന്ന് വിൻ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രഷർ ഇന്ത്യക്ക് വരില്ലായിരുന്നു. പക്ഷേ അത് സൂര്യകുമാർ യാദവിന്റെ മാത്രം അഹങ്കാരം കൊണ്ട് മാത്രമാണ് അക്ഷർ പട്ടേലിനെ ഇറക്കിയില്ല, സഞ്ജു സാംസൺ ഇറക്കിയില്ല. ആ കളിയിൽ ആ രണ്ടുപേരെ മാറ്റി നിർത്തി പ്ലേയിങ് 11 എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ജയിച്ചേനെ. തീർച്ചയായിട്ടും ഇതൊരു
പ്രഷർ ഇല്ലാതെ ഈ സിംബാബ്വേയുടെ മാച്ചിൽ കളിക്കാറുണ്ട്. നമുക്കൊരു പ്രഷറും ഇല്ല. പക്ഷേ ഇതിപ്പോൾ പ്രഷറായിപ്പോയി, ടീമിന് ഭയങ്കര പ്രഷറായിപ്പോയി. ടീം വിജയത്തിൽ കുറഞ്ഞ ഒന്നും ടീം ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വിജയത്തിൽ കുറച്ച് അത് നല്ല റൺ റേറ്റ് ഇതിന് ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം -3.8 ആണ് ഇന്ത്യയുടെ റൺ റേറ്റ് കിടക്കുന്നത്. ഇപ്പം ഒരുപക്ഷെ സൗത്ത് ആഫ്രിക്ക 2 കളി ജയിച്ച്, വെസ്റ്റ് ഇൻഡീസ് 2 കളി ജയിച്ച്, ഇന്ത്യ 2 കളി ജയിച്ച്, ഇങ്ങനെയാണ് വരണമെങ്കിൽ നെറ്റ് റൺ റേറ്റ് അടിസ്ഥാനത്തിലാകും ആര് സെമി പോകുന്ന കണക്കാക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാവും. കാരണം ഇന്ത്യ -3.8 ആണ് നെറ്റ് റൺ റേറ്റ്, ഇന്ത്യ ഇപ്പോഴത്തെ നെറ്റ് റേറ്റ്. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഇന്ന് സിംബാബ്വേയോടെ ഇന്ത്യക്ക് ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടുകയും വേണം. ഒരു 220 എബോ മുകളിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യുകയും വേണം. സിംബാബ്വെ ഒരു 120 ഒതുക്കുകയും വേണം. അഥവാ ഈ സിംബാബ്വെക്കാണെങ്കിൽ ബാറ്റിംഗ് കിട്ടണമെങ്കിൽ 120-130 സിംബാബ്വേനെ എറിഞ്ഞിടുകയും വേണം. പിന്നെ അതൊരു 9, 10, 11 ഓവറിൻ്റെ അകത്ത് നമ്മൾ ചേസ് ചെയ്ത് അടിച്ച് ജയിക്കുകയും വേണം. ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് നല്ലൊരു സാധ്യത തന്നെ നെറ്റ് റൺ റേറ്റ് ഉയർത്താനും ടീമിൻ്റെ നെറ്റ് റൺ റേറ്റ് ഉയർത്തപ്പെടുകയും ചെയ്യും. ടീമിന് സാധ്യത കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പ്രഷർ ഇല്ലാതെ അടുത്ത മാച്ച് വെസ്റ്റ് ഇൻഡീസിലൂടെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് സെമി കിടക്കാൻ പറ്റും. തീർച്ചയായിട്ടും സെമി കിടക്കാൻ പറ്റും. പിന്നെ അറിയാം, സെമി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഫൈനലിൽ വന്നു കഴിഞ്ഞാൽ കപ്പടിക്കും. തീർച്ചയായിട്ടും ഇന്ത്യൻ ടീം തന്നെ കപ്പടിക്കും. എന്ത് തന്നെ ആയിരുന്നാലും ഇന്ത്യൻ ടീം കപ്പടിക്കും. അടിക്കട്ടെ, ഇന്ത്യ തന്നെ കപ്പടിക്കണം. നമ്മുടെ ടീമിൽ തന്നെ കപ്പടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കൂടെ സഞ്ജു സാംസൺ ടീമിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും ഒരു 90% സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടാകുമെന്നാണ് ഇൻസൈഡ് റിപ്പോർട്ട്സ് നൽകുന്നത്. തീർച്ചയായിട്ടും സഞ്ജു സാംസൺ ഉണ്ടാവട്ടെ. നല്ലത് മാത്രം നടക്കട്ടെ, എല്ലാവർക്കും നല്ലത് നടക്കട്ടെ, ഇന്ത്യ ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട കളിക്കാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഭ്രാന്തന്റെ പുതിയ വീഡിയോ ആയി ഭ്രാന്തൻ വരികയാണ് ഗൈസ്. ബൈ ഫ്രം ഭ്രാന്തൻ.